ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷനാസ് വേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ക്ലീനിങ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫസ്റ്റിൽ തന്നെ കയറി ക്ലീനിങ് പരിപാടി ചെയ്യാൻ പറ്റില്ല. വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഒരുക്കി വെച്ചിട്ട് വേണം ഇതിനായിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ വല്ല പരിപാടിക്കൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ മാത്രമല്ല നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. നമ്മൾ ഉച്ചക്കത്തേനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ നേരത്തെ എണീറ്റിട്ട് പ്രിപ്പയർ ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ട് വേണം കേട്ടോ ക്ലീനിങ് പരിപാടിക്കായിട്ട് നിൽക്കുക. അപ്പോൾ ഞാനിത് വേഗം നിന്നൂസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ പാമ്പേഴ്സ് ഇതുപോലെയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒക്കെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചായക്ക് പത്തിരിയും അതേപോലെ തലേ ദിവസം രാത്രി വെച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടായ കാരണം തന്നെ രാവിലെ പത്തിരി ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അതേപോലെ നെയ്ച്ചോറുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടി ഏകദേശം തീരുമാനമായിട്ടാണ് നമ്മൾ ഈ ഡൈനിങ് ഹാളിലെ ക്ലീനിങ്ങിനായിട്ട് നിന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഡൈനിങ് ഹാളിലെ ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റെയറിൻ്റെ ആ ഒരു ഏരിയ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിവിങ് ഏരിയ സെറ്റാക്കിയ പോലെ ഒന്നും അല്ല കേട്ടോ. അത് ഞാനൊരു 11 മണിക്കൊക്കെ നിന്നിട്ട് ഒരു മണി ഏകദേശമൊക്കെ ആകുമ്പോഴേക്കിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഫെറോൻ്റെ ആ ഒരു ഡിസൈനിൽ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അവിടെ കുറച്ച് മാറാലയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടണ്ട് വന്ന് പിന്നെ സ്റ്റെയറും കൂടി എടുത്ത കാരണം തന്നെ അതിൻ്റെ മേലെ നിങ്ങൾക്ക് വഴിയെ ക്ലീൻ ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് കുറച്ചധികം തന്നെ നേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന 15 മിനിറ്റോ അല്ലെങ്കിൽ 12 മിനിറ്റോ ഉള്ള കഷ്ടപ്പാടല്ല കേട്ടോ. 2-3 മണിക്കൂർ ഇരിക്കാതെ നിലം തൊടാതെ പണിയെടുക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു 15 മിനിറ്റിലിങ്ങനെ അത് എഡിറ്റ് ചെയ്തിട്ടും സ്പീഡാക്കിയിട്ടൊക്കെ നമ്മൾ സമയം ചുരുക്കിയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ ചിലർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകട്ടെ, അല്ലാതെ നമ്മൾ വെറുതെ ആ ഒരു വീഡിയോ എടുക്കുകയല്ല കേട്ടോ. ചിലപ്പോൾ ഇത് കാണുമ്പോഴെങ്കിലും ചില ആളുകൾക്ക് ഒരു ക്ലീനിങ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതല്ലേ. ഞാനിതുപോലത്തെ ക്ലീനിങ് വ്ളോഗുകളൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു യൂട്യൂബറാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ വീഡിയോസ് കാണാതിരിക്കുകയൊന്നുമില്ല. എനിക്കും ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ ഹോം ടൂർ കാണുക, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണുക, പിന്നെ അതേപോലെ ക്ലീനിങ് വീഡിയോ കാണുക. കാരണം ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കും ഒരു മോട്ടിവേഷനാണ് കേട്ടോ. ഇതുപോലെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഒരുക്കണം, സെറ്റാക്കണം എന്നൊക്കെ ഒരു ചിന്ത നമുക്കും വരും കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല നമ്മുടെ വീട്ടിലും അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു വീഡിയോ കാണണ്ട എന്നൊന്നും പറയല്ല, നമുക്ക് കണ്ടിട്ട് എന്തെങ്കിലും അതിന് യൂസായി കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ നല്ല കാര്യമല്ലേ. ഇപ്പോൾ അവിടുത്തെ ആ ഒരു ഷെൽഫിലെ ഫോട്ടോസും അതേപോലെ ക്ലോക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ താഴേക്ക് ഇറക്കി വെച്ചിട്ട് അതൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് ആദ്യം ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് പിന്നെ ഒരു നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് വീട് ക്ലീൻ ചെയ്യാതൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു സമയം കണ്ടെത്തുക. അപ്പോൾ ഈ ഒരു ക്ലോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഹൗസ് വാമിങ്ങിന് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഞങ്ങളൊരു സ്റ്റിക്ക് ചെയ്ത് വെച്ചപ്പോൾ ആണിയിലായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ട് താഴേക്ക് വീണിട്ട് അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടോ. അപ്പോൾ അതിന് മേലൊരു നമുക്കൊരു ഫ്രെയിം ചെയ്ത് വെക്കാനുള്ളൊരു ഭാഗം കൂടി ഉണ്ട്. അപ്പം ഷാനൻ്റെയും മിന്നൂസിൻ്റെ ഒരു ഫ്രെയിം അതിൽ ഫോട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഉൾഭാഗം തുടച്ചപ്പോൾ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ഇല്ലാത്ത കാരണം തന്നെ വേഗം അതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ കയറും. പിന്നെ ഇപ്പം ഞാനീ ഒരു തുടയ്ക്കുന്ന ആ ഒരു ഫ്രെയിം ഫോട്ടോ ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ, ഈ പ്രാവശ്യമല്ല വന്നപ്പോൾ നമ്മൾ വയനാട് എന്തോ പോയപ്പോൾ അവിടുന്ന് എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. കാരണം 4 ആളുള്ളൊരു ഫ്രെയിം നമ്മുടെ വീട്ടിലില്ല, കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തുള്ളത്. പിന്നെ അതേപോലെ ഇപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ തുടക്കുന്ന ഫ്രെയിം നമ്മളെ ഷാനയ്ക്ക് 5 മാസം എന്തോ ഉള്ളപ്പോൾ ഇക്ക നാട്ടിൽ വന്നിട്ട് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. കാരണം ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ മെമ്മറി, വേറെ ഇതായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ. പിന്നെ ഇത് ഷാനയുടെ റൂമിൽ വെക്കാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞിട്ട് അതുപോലെ ടൂർ പോയിട്ട് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്റ്റുഡിയോ പോയിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തുടക്കുന്ന കാര്യം എനിക്ക് ഏറ്റവും വിലപ്പെട്ട സംഭവം എന്നൊക്കെ പറയില്ല. കാരണം പഠിക്കുന്ന കാലത്ത് ഞാനൊരു സ്റ്റേജ് പരിപാടിക്കോ ഒന്നും തന്നെ നിന്നിട്ടില്ല. എനിക്ക് സ്റ്റേജിൽ കയറുന്നതൊരു പേടിയുള്ളൊരു പേടിയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഒരു മാരേജിന് മുന്നേ ഒരു 1 ഇയർ
വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ബെസ്റ്റ് സ്റ്റാഫ് ഓഫ് ദി മന്ത് പറഞ്ഞിട്ടൊരു 3 മാസം കിട്ടി. 2 മാസം അടുപ്പിച്ചിട്ടും കിട്ടി, അതേപോലെ ഒന്ന് ഇടവിട്ടിട്ടൊരു മുന്നത്തെ മാസം ഇതുപോലെ ഒരു ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വലിയ സന്തോഷമായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഇത് കിട്ടുമ്പോൾ. അപ്പോൾ 3 ഉണ്ടായിരുന്നു, 2 എന്തോ വീട്ടിലാണ് തോന്നുന്നു, 2 ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇത് ഞാൻ എല്ലാവിടെയും വീട് മാറുമ്പോഴൊക്കെ ഇത് കൊണ്ട് നടക്കും കേട്ടോ. അപ്പം പറഞ്ഞ സമയം തീരുന്ന മുന്നേ നമ്മളുടെ ഒരു റാക്കിൻ്റെ ഭാഗം എന്തായാലും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പൊടികളും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഞാൻ ഖുർആനും കാര്യങ്ങളാണ് തുടച്ച് വേഗം അവിടേക്ക് വെച്ചത് കേട്ടോ. കാരണം പിന്നീടാണ് ഞാൻ ഈ ഫ്രൈമും കാര്യങ്ങളും ഒക്കെ പൊടി തട്ടാനും തുടക്കാനൊക്കെ നിന്നത്. ഇനി നമ്മുടെ അടുത്ത ഊഴ നമ്മുടെ ഒരു വിൻഡോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ കർട്ടനൊക്കെ ആദ്യം കൂടെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 day 1 ആയിട്ട് ഞാൻ ഇതുപോലെ ലിവിങ് ഏരിയ തുടക്കുന്ന ഭാഗം, TV യൂണിറ്റ് ഒക്കെ തുടക്കുന്ന ഭാഗമൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ട്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണും. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഒട്ടുമിക്ക ആളുകളും കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നില്ല, സബ് ചെയ്യുന്നില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ തരുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ തന്നെ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കമ്പി തുടക്കുന്ന പരിപാടി എനിക്കിപ്പോൾ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കാരണം മുന്നേ നിന്നിരുന്ന വീട്ടിലൊക്കെ നമ്മുടെ ആ സ്ക്വയർ പൈപ്പ് ഉണ്ടല്ലോ, തലങ്ങനെയും വിലങ്ങനെയും ഒക്കെ ഇങ്ങനെ ഉള്ള ആ ഒരു കമ്പി ആയതുകൊണ്ട് നമുക്ക് തുടക്കാനും ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു എന്താ പറയുക, വിൻഡോയ്ക്ക് ഇതുപോലെ ഒരു കമ്പി സെറ്റ് ചെയ്താൽ മതിയെന്ന് എൻ്റെ ഒരു നിർബന്ധത്തിനും കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ തുടക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുത്താൽ മതി, വേഗം ക്ലീൻ ആയി കിട്ടും. ഈ ടേബിളിൻ്റെ കാര്യം ഞാൻ മുന്നത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എവിടെ എന്ത് ക്ലീൻ ചെയ്യുമ്പോഴും ഒക്കെ കൂടി വാരി വലിച്ച് കൊടുന്നിടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ടേബിൾ. അപ്പോൾ എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതാത് ഭാഗത്ത്, ടിവിൻ്റെ റിമോട്ട്, അതേപോലെ ഫാനിൻ്റെ റിമോട്ട്, കുറേ കച്ചറ പിച്ചറ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വേഗം പൊടി തട്ടിയെടുത്ത്, എന്തിനാ പറയുക, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹരിത കർമ്മസേനയുടെ ബുക്കും ഒക്കെ ഞാൻ ടേബിളിൽ കൊടുന്നിട്ടേക്ക്, അത് കൊടുത്തു കഴിഞ്ഞ് വേഗം അങ്ങനെ കൊടുന്നിടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കലാവിരുത് എല്ലാം നിങ്ങൾക്കൊക്കെ ഉണ്ടോ? എനിക്കുണ്ട് കേട്ടോ. നമ്മൾ തലയിലിടുന്ന ഷാളൊക്കെ വേഗം അഴിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടെയാണ് കൊടുന്നിടുക. അതേപോലെ പുറത്ത് പോയി വന്നിട്ടുള്ള പർദ്ദയൊക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് ഇവിടെ അങ്ങോട്ട് കൊടുന്നിടൽ ഇപ്പോൾ ഒരു ശീലമായിരിക്കണം കേട്ടോ. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കണം. കാരണം എപ്പോഴും ആളിലിങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. അപ്പം ഞാനിപ്പോൾ താങ്ങിപ്പിടിച്ച് പോയ അട്ടപ്പെട്ടി പറഞ്ഞാൽ മിന്നൂസ് ഇപ്പോൾ സ്റ്റെയർ കയറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഞങ്ങളുടെ തണുപ്പിനിടുന്ന ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പെട്ടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് കൊണ്ടുവച്ചത്. അപ്പോൾ ഇതാ ഈ ഒരു കാണുന്ന ബൂട്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഗൈസ്. ഇക്ക വന്നിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തോ അത് നമ്മൾ പോകുന്ന ട്രിപ്പിലൊന്നും അത് കൊണ്ടുപോകാറില്ല, മറക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ബൂട്ട് ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇടണം. പിന്നെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ മിന്നൂസ് സ്റ്റെയർ കയറുന്ന കാരണം അപ്പോൾ അവിടെ ഇങ്ങനെ 2ാമത്തെ സ്റ്റെപ്പിൽ ആ ഒരു ഇത് വെക്കുന്ന കാരണം പിന്നെ ആളങ്ങോട്ട് കയറില്ല കേട്ടോ, ഒരു തടസ്സം കാണുകയല്ലേ. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഷാനിൻ്റെ പരിപാടിയാണ്, ഇത് സ്റ്റെയറിൽ കയറ്റി വെക്കുന്നത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ മേലെ പൊടി തട്ടിയൊക്കെ നീറ്റാക്കി എടുത്ത് വെച്ചതാണ്. ഇവളുടെ പരിപാടി, അവൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. അപ്പം ഞാനത് എടുക്കാൻ മടിക്കും. കാരണം ഇതൊക്കെ താഴെ വലിച്ചു വാരിടാനാന്ന് നമുക്കറിയാലോ. നമ്മൾ സ്ത്രീകൾക്കെല്ലാം അറിയുള്ളൂ വീട്ടിൽ വൃത്തികേടായി കിടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും. പുറത്തുനിന്ന് ആരെങ്കിലും കയറി വന്നാൽ ഇത് കാണുമ്പോൾ ഉള്ള ആ ഒരു എന്താ മെസ്സായി കിടക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് അവൾ അവിടെ കയറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ആ കോല് നമ്മുടെ വാക്കറിൻ്റെയാണ് കേട്ടോ. കണ്ടതുപോലെ ട്രെയിൻ റാക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല. അതേപോലെ സൈക്കിളിലെ പമ്പ് ഒക്കെ അതിമല കയറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്നും എടുത്തു കൊടുക്കാത്ത കാരണം തന്നെ അപ്പച്ചി നാട്ടിൽ വന്നപ്പോൾ ഇതൊക്കെ അവൾ ഓർത്ത് വെച്ച് പറഞ്ഞതൊക്കെ താഴെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു മിന്നൂസിൻ്റെ ടോയ്സ് ആണ്, ഞാൻ ബാറ്ററി ഇടാനായിട്ട് ഞാനൊന്ന് അഴിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഇപ്പച്ചി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് താഴെ ഇറക്കും. എന്നിട്ട് 2 ആൾക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കല പണി കേട്ടോ. പിന്നെ ഇത് ബർത്ത്ഡേൻ്റെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ഞാൻ ഒഴിവാക്കി അവിടെ ഇട്ടതായിരിക്കും. അത് ഷാനവിടെ മുകളിൽ കൊടുന്ന് വെക്കും. പിന്നെ ഇവളുടെ ഈ ഷൂവിൻ്റെ പേര് ഞാൻ മറന്നു. അത് അവൾക്ക് എന്താ പറയുക, ഇതിങ്ങനെ ചവിട്ടി കളിക്കാൻ ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. കുറച്ചൊക്കെ ആൾ ഇത് ട്രൈ ചെയ്യും. അപ്പോൾ അത് മേലെ ഞാൻ
ഒരു ചെയർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ജസ്റ്റ് കയറ്റി വെക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രെയിൻ പോകുന്ന ഒരു റാക്കും കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നില്ല. ഇതൊക്കെ വാപ്പ സെറ്റാക്കി കൊടുത്തതായിരുന്നു. ഇപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് 2 ദിവസം അതിമ കളിക്കും, പിന്നെ ആൾക്ക് മടുപ്പാവും, അതവിടെ കിടക്കും. അപ്പോൾ എനിക്ക് വീണ്ടും ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുക, മേലെ കയറ്റുക, ഇതൊക്കെ തന്നെ പരിപാടി. പിന്നെ ഇപ്പം എന്ത് വന്നാലും ഒരു പ്രായം വരെയല്ലേ ഉള്ളൂ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം എന്താ പറയുക, 15ഉം 18ഉം വയസ്സിലൊന്നും ഇപ്പം ഇതും കൊണ്ടിരിക്കില്ലല്ലോ. ആ ഒരു ഇതിൽ ഞാനും അങ്ങോട്ട് ക്ഷമിക്കാം, നമ്മുടെ കുട്ടികളല്ലേ. പിന്നെ ആ ബലൂണും കാര്യങ്ങളൊക്കെ അവൾ കൊണ്ടുവെക്കുന്ന സമയത്ത് ഫുള്ള് കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിട്ട് ആകെ ചുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അവളോട് ചോദിച്ചാൽ അവൾക്ക് ആവശ്യം വരും. അതുകൊണ്ട് അവൾ അറിയാതെ തന്നെ ഞാൻ വേഗം അതെടുത്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതെന്താ ഡോക്ടർ സെറ്റോ മേക്കപ്പ് സെറ്റോ എന്താണ്, ഇതൊക്കെ അവിടെ മേലെ കൊണ്ട് വെച്ചിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം, ബർത്ത്ഡേ ജനുവരി 6-നായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മേലൊക്കെ കയറിയിട്ടേ ഇല്ല. അപ്പം അതൊക്കെ അവൾ അവിടെ കൊണ്ടുവച്ച് കളിക്കാറൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതൊക്കെ മേലെ കൊണ്ടുവച്ചേക്കാണ് കേട്ടോ. പിന്നെ മേലേക്ക് അടിച്ചു വരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്തതാണ്. കാരണം അതിൻ്റെ കട്ട്ളയിലും ഒക്കെ പൊടിയും മാറാലയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എവിടെയാണോ ക്ലീൻ ചെയ്യുന്നത് അവിടെ നീറ്റായിട്ട് ഇരിക്കേണ്ടേ പറഞ്ഞിട്ട് വേഗം ആ ഡോറൊക്കെ തുറന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ പൊടി തട്ടി ഒക്കെ അടിച്ചു വാരിയിട്ടുണ്ട്. ഇനി ടെറസിൻ്റെ മേലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡോറ് തുടക്കുക എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവളുടെ ആ ഒരു ചക്ര ഷൂ ഉണ്ടല്ലോ, അതിന് പേരൊക്കെ ഉണ്ട് കേട്ടോ. അതെടുത്തിട്ട് ഞാൻ മേലെ ഈ ഒരു ചെയർ പഴയത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൊണ്ടുവച്ചതാണ് കേട്ടോ. കാരണം അവിടെ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ ഭാഗത്തൊക്കെ എടുക്കുമ്പോൾ ആകെ കൂടെ ഒരു വൃത്തികേടല്ലേ. അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഞാൻ അവിടെ കയറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് വേഗം ആ ഒരു കട്ടിലിൻ്റെ ഭാഗമൊക്കെ പൊടി തട്ടി മാറാലയൊക്കെ തട്ടി സെറ്റാക്കി. അപ്പോൾ അവിടെ നിന്ന് തിരിയണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗത്തുണ്ട് ഈ വേട്ടാളം കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂലും കൊണ്ട് ഞാനിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു മണ്ണ് പോലെ കൂനിയാക്കിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴെപ്പോഴും പോയി തുറക്കുന്ന കാര്യം അതാണെങ്കിൽ നമ്മൾ കാണും. ഇതിപ്പോൾ ഒരു മാസത്തോളം ആയില്ലേ ഏകദേശം. അപ്പോൾ വേഗം പിന്നെ സ്റ്റെയറൊക്കെ അടിച്ചു വാരി കേട്ടോ. പിന്നെ നിങ്ങൾ ഈ സൈഡിൽ ഇങ്ങനെ ഒരു കേബിളൊക്കെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടില്ലേ, അത് നമ്മുടെ ഷാനൻ്റെ ബൈക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തോ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കാത്ത കാരണം അതിൻ്റെ ബാറ്ററി ഒക്കെ പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാർ സൈഡിൽ തൂങ്ങുന്നത് മിന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഡെക്കറേഷനാണ്. അപ്പോൾ അത് മാത്രം നമ്മുടെ എയറൊന്നും പോവാത്ത കാരണം ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് തൂക്കിയിട്ട് കേട്ടോ. ഇത് അവളുടെ മിനി സ്കൂട്ടർ, ഇതൊന്നും ഇപ്പോൾ എടുക്കില്ല ഇൻഷാ അള്ളാ. ഇതൊക്കെ വേണമെങ്കിൽ മിന്നൂസിന് യൂസ് ആക്കാം കേട്ടോ. പക്ഷെ ബൈക്കിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ വീട്ടിലിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ ഓടിക്കാനൊന്നും സ്ഥലമില്ലാത്ത കാരണം തന്നെ ഇപ്പച്ചി വന്നു കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകാറാണ് അവളെന്നെ. അപ്പോൾ 1-2 തവണ കൊണ്ടുപോകും, അതവിടെ കൊടുന്ന് വെക്കും. പിന്നെ എൻ്റെ ഡെലിവറിയും പ്രഗ്നൻ്റ് സമയമായിരിക്കുമ്പോൾ തന്നെ പിന്നെ ഇതുമൊക്കെ നിന്നിട്ട് തന്നെ ഇല്ല. അപ്പോഴും നമ്മൾ ചാർജൊക്കെ ചെയ്തിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ അതുമൊക്കെ തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് ബാറ്ററി എന്തായാലും പോയി കിടക്കുകയാണ്. അപ്പം എത്ര നമ്മൾ ചാർജ് ചെയ്തിട്ടും അത് ഓടിക്കാനായിട്ട് പറ്റുന്നില്ല. ഷാനിക്ക് ഒരുപാടൊന്നും മുതലാക്കാനായി പറ്റിയിട്ടില്ല കേട്ടോ. കാരണം വാങ്ങിച്ചത് കുറച്ച് എന്താ പറയുക താമസിച്ചായിപ്പോയി. അവൾ ഒരു ചെറുപ്പത്തിലേ അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് വാങ്ങാനുള്ള സാഹചര്യ സന്ദർഭമൊക്കെ ഒത്തു വന്നപ്പോൾ അത് അവൾക്ക് യൂസ് ആക്കാനും പറ്റിയില്ല എന്നതാണ് സത്യം. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ സ്റ്റെയറിൻ്റെ ഭാഗം അടിച്ച് വാരി തുടക്കണം. അപ്പോൾ ഇതുപോലെയുള്ള കമ്പിയായ കാരണം തന്നെ നല്ല സുഖമാണ് കേട്ടോ തുടച്ചെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയർ നമ്മൾ എന്താ പറയുക ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഇതൊക്കെ എല്ലാ ഭാഗവും കവർ ചെയ്യണ പോലെ ചെയ്യേണ്ടത്. പിന്നെ ഇതായി കയറി പോകുന്നിടത്ത് ഹാൻഡ് റെയിൽ ചെറിയ കട്ടിങ്ങും ഗ്യാപ്പൊക്കെ ഉള്ള കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടവലൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കണ്ടപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ റാഹത്തായിട്ടോ. കാരണം അങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ വലിയ സന്തോഷം. അപ്പോൾ വേഗം പിന്നെ ഹാളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു വാരാതെ പതിയെ അടിച്ചു വാരി എടുക്കാനായിട്ട് നോക്കുക. വീണ്ടും നമ്മൾ പൊടിയൊക്കെ പിന്നെയും ജനലിലും അതേപോലെ മുകൾ ഭാഗത്തൊക്കെ നമ്മൾ പൊടി തട്ടിയതല്ലേ, അവിടെയൊക്കെ വീണ്ടും പൊടി കയറാനുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ. അപ്പം അടിച്ചു വാരുമ്പോൾ ഒന്നൊരു മയത്തിലൊക്കെ അടിച്ചു വാരി പതുക്കെ അടിച്ചു വാരി പോവുക. അങ്ങനെയൊക്കെ ചെയ്ത് ഈ സ്റ്റെയറിൻ്റെ താഴ്ഭാഗം ഞാനൊന്നും നോക്കിയിട്ടില്ല. കാരണം അവിടെ ഒരു കുന്നോളം സാധനങ്ങളുണ്ട്. അതൊക്കെ അതാത് ഭാഗത്ത് തരം തിരിച്ചു വെക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. പെട്ടെന്നൊന്നും ആരും കണ്ടുപിടിക്കില്ല പറഞ്ഞിട്ടാണ് എല്ലാം കൂടെ അവിടെ കൊണ്ട് തള്ളിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഫൈനലി നമ്മുടെ ഡൈനിങ് ഏരിയ
ഇതുപോലെ നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിവിങ്ങും കഴിഞ്ഞു, ഡൈനിങ്ങും കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ കുട്ടികളില്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ അത് 1-2 ദിവസം കൊണ്ടൊക്കെ തീർക്കാം. പക്ഷെ നമ്മുടെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് എളുപ്പം. ഓരോരോ ഭാഗങ്ങൾ മാത്രമാക്കിയിട്ട് എടുക്കുക. കാരണം വലിച്ചു വാരിയിട്ടിട്ട് ഒരു കാര്യമില്ല, പണി ചെയ്യുന്നത് വൃത്തിയാവില്ല, നമ്മുടെ കുട്ടികൾ ഇടങ്ങേറാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുട്ടികളുള്ളവർക്കൊക്കെ എന്തുകൊണ്ടും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടെ നന്നാവുക. അപ്പോൾ നോമ്പല്ലേ, കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ഒഴിവാക്കി വിടാനും പറ്റില്ല. അപ്പോൾ അൽഹംദുലില്ലാ 2 ഭാഗം ഇതുപോലെ നീറ്റാക്കിയിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഇനി വീഡിയോ ചിലപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ, അടുക്കള ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.